ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1-ന് 470ാമത് ജീവകാരുണ്യ സൽക്കർമ്മ സൽക്കാര ചലഞ്ച് നടത്തും. വൃക്കരോഗിയായ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 21ാം വാർഡ് സ്വദേശിയായ മുൻ അധ്യാപിക തങ്കമണിയെ സഹായിക്കാനാണ് ജീവകാരുണ്യ ചലഞ്ച് നടത്തുന്നത്. ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1-ന് 470ാമത് ജീവകാരുണ്യ സൽക്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിക്കും. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ 470ാമത് ഒരു ചലഞ്ചിലേക്കാണ്. വീണ്ടും കൂട്ടായ്മ ഒരു സൽക്കർമ്മ സൽക്കാരത്തിലേക്ക് വരികയാണ്. ഞങ്ങൾ നിൽക്കുന്നത് പത്തിയൂർ പഞ്ചായത്തിന്റെ 21ാം വാർഡിൽ രാമപുരം ടൊയോട്ട ഷോറൂമിനോട് പടിഞ്ഞാറ് വശം സന്തോഷ് ഭവനിൽ തങ്കമണി ടീച്ചറുടെ വീട്ടിലാണ്. തങ്കമണി ടീച്ചർ എന്ന് പറയുമ്പോൾ വർഷങ്ങളായി ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകിയ ഒരു അംഗനവാടി ടീച്ചറാണ്. പക്ഷേ രോഗം അങ്ങനെ തങ്കമണി ടീച്ചറെ ഇപ്പോൾ തളർത്തിയിരിക്കുകയാണ്. ഒരു വർഷമായി ടീച്ചറിന്റെ വൃക്ക രണ്ടും തകരാറിലായി ചികിത്സയിലാണ്. 2 മാസക്കാലത്തോളം തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ വന്നു. നമുക്കറിയാം, രോഗം ഉണ്ടായാൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ എത്ര മിടുക്കലും മണ്ടലും ധനവാനും ദരിദ്രരും ഒക്കെ ആണെങ്കിൽ പോലും വല്ലാത്ത തകർച്ചയിലേക്ക് പോകും. തങ്കമണി ടീച്ചറിന്റെ അവസ്ഥ അത്തരത്തിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ഈ ടീച്ചറെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ പണ്ടും പല സമയങ്ങളും നടത്തിക്കൊണ്ടിരുന്ന സൽക്കർമ്മ സൽക്കാരം വീണ്ടും ഈ ഫെബ്രുവരി 1-ന് ഞായറാഴ്ച 2 മണി മുതൽ ഈ വീട്ടിന്റെ മുമ്പിൽ ചെറിയ പന്തലൊക്കെ ഇട്ട് ഞാൻ നടത്തുകയാണ്. ഭക്ഷണത്തിന്റെ രുചിയോ വലിപ്പമോ ഒന്നുമല്ല ഈ സൽക്കാരം സൽക്കർമ്മമാവുന്നത്. നമ്മൾ സൽക്കാരങ്ങൾ പല വിധത്തിൽ കണ്ടിട്ടുണ്ട്. വലിയ ആഘോഷപൂർവമായ ലക്ഷങ്ങൾ ചിലവാക്കിയുള്ള സൽക്കാരങ്ങളിൽ നാം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ നടത്തുന്ന സൽക്കാരം സൽക്കർമ്മമായി മാറുന്നത് ഇത്തരം രോഗികളെ സഹായിക്കുവാൻ, വീടില്ലാത്തവർക്ക് വീട് വെക്കുവാൻ, പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ സൽക്കാരങ്ങൾ ക്രമീകരിക്കുന്നത്. തീർച്ചയായും കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ ഫെബ്രുവരി 1-ന് നടത്തുന്ന സൽക്കർമ്മ സൽക്കാരം ഒരു സൽക്കർമ്മമാകുവാൻ നിങ്ങൾ എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. ആരും ഇതിന് ഉപേക്ഷയായി സ്വീകരിക്കരുത്. ഒത്തിരി പേർ തങ്കമണി ടീച്ചറെ സഹായിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള അയൽക്കാർ, ബന്ധുക്കളൊക്കെ ഒത്തിരി പേർ സഹായിച്ചിട്ടുണ്ട് എന്ന് നന്ദിയോടെ ടീച്ചർ വന്നപ്പോഴേ ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ ആ സഹായം ഒന്നും തന്നെ ടീച്ചറിന്റെ ചികിത്സയ്ക്ക് പരിഹാരമാവുന്നില്ല. ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യുമ്പോൾ തന്നെ 5000-6000 രൂപയോളം ചെലവ് വരും. തീർച്ചയായും ഈ സൽക്കർമ്മ സൽക്കാരം ഒരു സൽക്കർമ്മമാക്കുവാൻ നിങ്ങൾ എല്ലാവരെയും 1-ാം തീയതി സന്തോഷ് ഭവൻ ടൊയോട്ട ഷോറൂമിന്റെ തൊട്ട് പടിഞ്ഞാറ് വശത്തുള്ള റോഡിൽ കൂടി 100 മീറ്റർ വന്നാൽ മതി ഈ വീട്ടിൽ എത്തിച്ചേരാൻ സാധിക്കും. തീർച്ചയായും ഈ അക്കൌണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ ടീച്ചറിന്റെ ഈ വീഡിയോയിൽ വെക്കും. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവണം. എല്ലാവരെയും സന്തോഷപൂർവ്വം ഈ സൽക്കാരത്തിലേക്ക് ക്ഷണിക്കുന്നു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 21ാം വാർഡിലെ സന്തോഷ് ഭവനത്തിൽ വൃക്കരോഗിയായ മുൻ അംഗൻവാടി അധ്യാപിക തങ്കമണിയുടെ ചികിത്സയ്ക്ക് സഹായം നൽകുന്നതിനായാണ് സൽക്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു.